ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: അരി 1 കിലോ, പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ശർക്കര 750 ഗ്രാം, റോബസ്റ്റ് 1/2 കിലോ, തേങ്ങ ചെറുതായി മുറിച്ചത് 1 കപ്പ്, ആവശ്യത്തിനുള്ള നെയ്യും എണ്ണയും, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ശർക്കര മൊത്തം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പച്ചരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് പച്ചരിയിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് റോബസ്റ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ മൊത്തം അരിയും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുകയാണ്. അതിനൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ തേങ്ങയും ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ആ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും ഇതിൽ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ബാറ്റർ ഇനി നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ മാറ്റി വെക്കാം. 3 മണിക്കൂറിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ എത്ര സമയം കൂടുതൽ ഇത് സെറ്റാവാൻ വേണ്ടി വെക്കുന്നോ നമ്മുടെ ഉണ്ണിയപ്പം അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മറിച്ചിടാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും സിമ്പിളും ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.